chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. ഹായ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു, സിനിമാറ്റോഗ്രാഫർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നത് കാനോണിൻ്റെ ഏറ്റവും പുതിയ സിനിമ ക്യാമറയെ പറ്റിയിട്ടാണ്. കാനോണിൻ്റെ ഒരുപാട് ക്യാമറാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ഡിജിറ്റൽ ക്യാമറ, അതേപോലെ തന്നെ ഹാൻഡി ക്യാമറ, DSLR ക്യാമറ, മിറർലെസ് ക്യാമറ, C സീരീസ് ക്യാമറ, സിനിമ സീരീസ് ക്യാമറകൾ. അവരുടെ ഏറ്റവും പുതിയ ക്യാമറയിൽ കാനോൺ ചെയ്തിരിക്കുന്നത് അവരുടെ ഹൈ എൻഡ് പ്രൊഫഷണൽ മോഡൽസ്. DSLRൽ നമ്മൾ നോക്കുവാണെങ്കിൽ DSLRൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന 1DX Mark III, അതേപോലെ മിറർലെസ്സിലേക്ക് വരുവാണെങ്കിൽ മിറർലെസ്സിൻ്റെ RF മൗണ്ട്, അതേപോലെ RF ലെൻസുകൾ. C സീരീസിലേക്ക് വരുവാണെങ്കിൽ C300 Mark IIIയുടെ സെൻസർ, പ്രൊസസ്സർ, വീഡിയോ ഫോർമാറ്റുകൾ, കോഡാക്കുകൾ, 3 ക്യാമറകളുടെയും പ്രോപ്പർട്ടീസ് ഒന്നാക്കിയിട്ട് ഒരു ക്യാമറയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് കാനോൺ EOS C70. ഇതിൻ്റെ സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ കാനോണിൻ്റെ C300 Mark IIIലെ അതേ സൂപ്പർ 35 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് നൽകാൻ കഴിയുന്ന DGO ഡ്യുവൽ ഗെയിൻ ഔട്ട്പുട്ടോട് കൂടിയ അടിപൊളിയൊരു സെൻസറാണ് C70യിലും കാനോൺ നൽകിയിരിക്കുന്നത്. എന്താണ് DGO ഡ്യുവൽ ഗെയിൻ ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ISO റേഞ്ച് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് ലൈറ്റ് കൂടുതൽ വേണമെങ്കിൽ ISO നമ്മൾ കൂട്ടാറുണ്ട്. ISO കൂട്ടുമ്പം സബ്ജക്റ്റിൽ ലൈറ്റ് കറക്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ബ്ലീച്ച് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. DGO ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഒരു ഇമേജിൻ്റെ 2 ISO റേഞ്ചുകൾ ഒരേ സമയം ഷൂട്ട് ചെയ്യും. ഹൈ ISOയിൽ ഷൂട്ട് ചെയ്യുന്നത് ഷാഡോസിലുള്ള ഡീറ്റെയിൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ലോ ISOയിൽ ഷൂട്ട് ചെയ്യുന്നത് ഹൈലൈറ്റ്സിലുള്ള ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 2 ഇമേജിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹൈ ഡൈനാമിക് റേഞ്ചുള്ള ഒരു ഇമേജ് ആക്കി മാറ്റും. അതാണ് DGO ടെക്നോളജി ചെയ്യുന്നത്. ഈ DGO ടെക്നോളജിയാണ് ഈ ക്യാമറയിലും കാനോൺ നൽകിയിരിക്കുന്നത്. ഈ DGO ടെക്നോളജി ആദ്യമായി കൊണ്ടുവന്നത് ആരി ക്യാമറകളിലാണ്. അവരുടെ സെൻസറാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി സെൻസർ എന്നറിയപ്പെടുന്നത്. ഈ ക്യാമറയ്ക്ക് 16 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഉണ്ട്. എന്താണ് ഈ ഡൈനാമിക് റേഞ്ച് എന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ്റെ കണ്ണിന് ഏകദേശം 20 മുതൽ 24 ഇടയിലാണ് ഡൈനാമിക് റേഞ്ച് ഉള്ളത്. മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരു 16 സ്റ്റോപ്പ് അല്ലെങ്കിൽ 14, 15 ഈ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഉണ്ടാകുന്നത്. ഒരു സ്കെയിലിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഡാർക്കും ഇങ്ങേയറ്റം വൈറ്റും ആണെങ്കിൽ ഇതിനിടയിലുള്ള ഒരു റേഞ്ചാണ് ഡൈനാമിക് റേഞ്ച്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്യാമറയ്ക്ക് എത്ര ഇരുട്ടത്ത് വരെ എത്ര ലോ ലൈറ്റിൽ ഒരു സബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നു, അതേപോലെ തന്നെ എത്ര ഹൈ ലൈറ്റിൽ ഒരു സബ്ജക്റ്റിനെ ക്യാമറയ്ക്ക് കാണാൻ പറ്റുന്നു, ഇതിൻ്റെ ഇടയിലുള്ള ഒരു റേഞ്ചാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ക്യാമറയിൽ കാനോൺ കൊടുത്തിരിക്കുന്നത് സൂപ്പർ 35 സെൻസറാണ്. എന്താണ് ഈ സൂപ്പർ 35 സെൻസർ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിലെ ക്യാമറയുടെ സെൻസർ വരുന്നത് 1/2 ഇഞ്ച് സെൻസറാണ്. അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സെൻസർ 1/2.3 സെൻസർ. ഗോപ്രോ ക്യാമറയിലൊക്കെ ഉള്ള സെൻസർ, അതേപോലെ തന്നെ DJI മാവിക്കിൻ്റെ ഡ്രോണിലൊക്കെയുള്ള ക്യാമറയുടെ സെൻസറാണ് രണ്ടാമത് വരുന്നത്. അടുത്തതായിട്ട് സൂപ്പർ 16 സെൻസർ സൈസാണ്. പഴയ സിനിമ ക്യാമറയിലാണ് ഈ ഒരു സെൻസർ സൈസ് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് വന്നതാണ് മൈക്രോ 4/3 സെൻസർ. പഴയ പാനാസോണിക്, ഒളിമ്പസ്, ബ്ലാക്ക് മാജിക് ക്യാമറകളിലായിരുന്നു ഈ ഒരു സൈസ് സെൻസർ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നതാണ് നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള APS-C സെൻസർ. നമ്മളെ എൻട്രി ലെവൽ DSLR-ലൊക്കെ ഉള്ള അതേ APS-C സെൻസർ. APS-C സെൻസറിന് ശേഷം കുറച്ചുകൂടെ വലിയൊരു സെൻസർ വന്നു. അതാണ് അക്കാഡമി 35 ഫോർമാറ്റ്. ആ ഫോർമാറ്റാണ് നമ്മുടെ ചതുരപ്പെട്ടി TV യിലൊക്കെ ഉള്ള അതേ ഫോർമാറ്റ്. അതിന് ശേഷമാണ്
സൂപ്പർ 35 സെൻസർ വന്നത്. മിക്ക ഫിലിമും ഇന്നും ഷൂട്ട് ചെയ്യുന്നത് സൂപ്പർ 35 ഫോർമാറ്റിലാണ്. സൂപ്പർ 35 ഫോർമാറ്റ് കുറച്ച് വൈഡാണ്. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ 35 ഫോർമാറ്റിൽ ഇപ്പോഴും ഫിലിംസ് ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഫുൾ ഫ്രെയിം 35mm സെൻസർ വരുന്നത്. ഫുൾ ഫ്രെയിം 35 സെൻസർ ആദ്യമായിട്ട് വരുന്നത് കാനോണിൻ്റെ 5D ക്യാമറയിലായിരുന്നു. ഫുൾ ഫ്രെയിമിലും വലിയ ഫോർമാറ്റ് സെൻസറുണ്ട്. ഒറിജിനൽ ലാർജ് ഫോർമാറ്റ് എന്ന് വിളിക്കുന്ന വിസ്ത വിഷൻ. അതിന് മുകളിലുള്ളതാണ് 65mm സെൻസർ. അനാമോഫിക് ലെൻസ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈഡ് ആംഗിൾ ഓഫ് വ്യൂ ഉള്ള ഫോർമാറ്റാണ് 65mm. ഇന്ന് വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഫോർമാറ്റാണ് 70mm ഫോർമാറ്റ്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫിലിമിലാണ്. ഡിജിറ്റലിൽ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. ഐമാക്സ് ക്യാമറയുടെ ഫോർമാറ്റാണ് ഈ 70mm എന്ന് പറയുന്ന ഫോർമാറ്റ്. ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാനോൺ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഡിജിക് DV7 പ്രോസസ്സറാണ് കാനോൺ ഇതിൽ നൽകിയിരിക്കുന്നത്. ഡ്യുവൽ ഗെയിൻ ഔട്ട്പുട്ട് ഡേറ്റ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനും അതേപോലെ തന്നെ റിയൽ ടൈം ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യാനും 4K 120 FPS ഷൂട്ട് ചെയ്യാനും ഈ വർക്കുകളെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോസസ്സറാണ് C70യിൽ കാനോൺ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഓട്ടോ ഫോക്കസിനെ പറ്റി പറയുകയാണെങ്കിൽ കാനോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്യുവൽ പിക്സൽ CMOS AF ആണ് ഇതിലും നൽകിയിരിക്കുന്നത്. ഫേസ് ഡിറ്റക്ഷൻ വിത്ത് റിയൽ ടൈം ഹെഡ് ട്രാക്കിങ്ങും അതേപോലെ തന്നെ ടച്ച് ഫോക്കസും റാക്ക് ഫോക്കസ് സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ഷിഫ്റ്റിംഗ് സ്പീഡ് പല ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 80% വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും AF കവറേജ് നമുക്ക് ലഭിക്കും. സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ആക്യുറേറ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് നമുക്ക് ഈ ക്യാമറയിൽ ലഭിക്കും. ഈ ക്യാമറയുടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K 10bit 422 120 FPS വരെയും അതിൻ്റെ താഴെ 60 FPS 30 FPS HD അല്ലെങ്കിൽ 2Kയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 180 FPS സ്ലോ മോഷന് വരെ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ 16 ക്രോപ്പ് മോഡിലായിരിക്കും ഈ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. റെക്കോർഡിംഗ് ഫോർമാറ്റുകളായ XF-AVC, H.264 MP4, H.265 MP4, അതേപോലെ പിക്ചർ പ്രൊഫൈലുകളായ C-Log 2, C-Log 3, HDR-PQ, HDR-HLG എന്നീ ഫോർമാറ്റുകൾ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ക്യാമറയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഈ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. RF അല്ലെങ്കിൽ EF ലെൻസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനുമായിട്ട് പ്രവർത്തിച്ച് വളരെ നല്ലൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകാൻ കഴിയുന്ന ഒരു ക്യാമറയാണ് C70. C300 Mark IIIയെക്കാട്ടിലും നല്ലൊരു ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഈ ക്യാമറയ്ക്കുള്ളത്. ഈ ക്യാമറയുടെ ISOയെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോ ISOയും ഓട്ടോ ഗെയിനും ഉള്ള C സീരീസിലെ ആദ്യത്തെ ക്യാമറയാണ് C70. ഇതിൻ്റെ S-Log 2ലും S-Log 3ലും നെഗറ്റീവ് ISO വരുന്നത് 800 ആണ്. ഇതിൻ്റെ ISO റേഞ്ച് വരുന്നത് 100 to 1,02,400 വരെയാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറയാണ് C70. ഈ ക്യാമറയുടെ ബോഡി വെയ്റ്റ് വരുന്നത് 1620 ഗ്രാമാണ്. ഏകദേശം 1DX Mark IIIയുടെ അതേ ബോഡി വെയ്റ്റാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളത്. പക്ഷേ 1DXനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കുറവും വീതി കൂടുതലുമാണ് ഈ ക്യാമറയ്ക്ക്. പ്രൊഫഷണൽ യൂസിന് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു ക്യാമറ ബോഡിയാണ് കാനോൺ നൽകിയിരിക്കുന്നത്. 1DXൻ്റെ അതേ ഗ്രിപ്പ്, അതേ ഹാൻഡ്ലിംഗ് ഗ്രിപ്പ് ഈ ക്യാമറയിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ക്യാമറ. വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ ഉള്ളിൽ ഈ ക്യാമറ വർക്ക് ചെയ്യും. ഈ ക്യാമറ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ക്യാമറയിൽ 18 ബട്ടണുകളുണ്ട്. അതിൽ 13 എണ്ണവും നമുക്ക് കസ്റ്റം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏതൊക്കെ ഫംഗ്ഷനാണോ ഈ 13 എണ്ണത്തിൽ നമുക്ക് കൊടുത്ത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ 2 ഇൻറ്റേർണൽ മൈക്രോഫോൺ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് 2 കസ്റ്റം ബട്ടണുകളും കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ മൗണ്ടാണ്, ലെൻസ് മൗണ്ട്, RF മൗണ്ട്. ഇത് ഇൻബിൽറ്റ് ആയിട്ട് RF മൗണ്ടിലാണ് ഈ ക്യാമറ വരുന്നത്. അതുകൊണ്ട് തന്നെ കാനോണിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള RF ഗ്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് ഈ ക്യാമറയിൽ ഇടാൻ പറ്റും. അതേപോലെ തന്നെ കാനോൺ ഇതിൻ്റെ കൂടെ ഒരു ലെൻസ് അഡാപ്റ്ററും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, RF to EF മൗണ്ട്. നമുക്ക് ആ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കാനോണിൻ്റെ പഴയ EF ലെൻസുകൾ എല്ലാം തന്നെ നമുക്ക് ഈ ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ സൂപ്പർ 35 സെൻസറാണല്ലോ. ഈ സൂപ്പർ 35 സെൻസർ ആ അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് EF ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന അതേ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ഈ സൂപ്പർ 35 സെൻസർ ലഭിക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലൈറ്റ് ഇൻക്രീസ്, ഒരു സ്റ്റോപ്പിൻ്റെ ലൈറ്റ് ഇൻക്രീസ് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറയിൽ കിട്ടും.
അതും ഒരു വലിയ ബെനിഫിറ്റാണ് ഈ അഡാപ്റ്ററിൻ്റെ. ഈ അഡാപ്റ്ററിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% കവറേജാണ് ഓട്ടോ ഫോക്കസിന് കിട്ടുന്നത് ഈ ക്യാമറയിൽ. നമ്മൾ ഈ അഡാപ്റ്റർ യൂസ് ചെയ്ത് EF ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് 30% ആയിട്ട് കുറയും. അങ്ങനെ ഒരു പോരായ്മയുണ്ട് ഈ ഒരു അഡാപ്റ്ററിന്. ഈ ക്യാമറയുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ C സീരീസ് ക്യാമറയിലും കാണുന്നത് പോലെ തന്നെ വലിയൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഓപ്ഷനാണുള്ളത്. ഓൺ, ഓഫ്, ലോക്ക്. നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഫംഗ്ഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ ലോക്ക് ചെയ്ത് വെക്കാൻ ഒരു ഫംഗ്ഷൻ ഈ മേൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് SD കാർഡ് സെലക്ട് സ്ലോട്ട് എന്ന് പറയുന്ന 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. 2 ഇൻഡിക്കേഷനുണ്ട്. നമുക്ക് ഈ ക്യാമറയിൽ ഏത് കാർഡിൽ ഷൂട്ട് ചെയ്യണോ നമുക്ക് ഈ സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. Aയിൽ ഷൂട്ട് ചെയ്യണോ Bയിൽ ഷൂട്ട് ചെയ്യണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്വിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നമുക്ക് കാണാം കോൾഡ് ഷൂ കൊടുത്തിട്ടുണ്ട്. കോൾഡ് ഷൂവിൽ നമുക്ക് ടോപ്പ് ഹാൻഡിലും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഷോർട്ട് ഗൺ മൈക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് അതിലുള്ളത്. അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ഫോക്കസ് മെഷർ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോക്കസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടേപ്പ് യൂസ് ചെയ്തുകൊണ്ട് ആ ഹൂക്കിൽ ഇട്ടിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ DSLR കാണുന്ന പോലെ തന്നെ ഈ എക്സ്പോഷർ കൺട്രോൾ ഡയൽ, എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയൽ തിരിച്ചുകൊണ്ട് നമുക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. മീഡിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു റെഡ് റെക്കോർഡിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ആയിട്ട്. ഈ റെക്കോർഡിംഗ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതാണ് വൺ ടച്ച് AF ബട്ടൺ. നമ്മൾ മാനുവൽ മോഡിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ബട്ടൺ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ ഫോക്കസിലേക്ക് വരുത്താൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തു. ഈ ക്യാമറയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ 3 ക്യാമറ മൗണ്ടിങ് ത്രെഡുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ത്രെഡുകൾ കൊടുത്തിരിക്കുന്നത് പാരലായിട്ടാണ്. നമ്മുടെ ഇരിക്കുന്ന നോർമൽ ബേസ് പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പാരലായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ട്രൈപോഡിൽ വെക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ത്രെഡ് കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ക്യാമറയുടെ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ND+, ND- എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ 10 സ്റ്റോപ്പ് ND ഫിൽറ്റർ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതിന് താഴെ ഫുൾ സൈസ് HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. C70യിൽ വ്യൂ ഫൈൻഡർ ഇല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും HDMI പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. സൈഡിലായിട്ട് USB-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. വൈഫൈ കണക്ഷനും GPS യൂണിറ്റ് കണക്ട് ചെയ്യാനും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ C പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് റിമോട്ട് കൺട്രോൾ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിമോട്ട് കൺട്രോൾ പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറ റിമോട്ടായിട്ട് റെക്കോർഡിംഗ് ഓൺ ഓഫ് ഫംഗ്ഷനുകളൊക്കെ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 3-പിൻ മിനി XLR പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടിലൂടെ 4 ചാനൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൺട്രോളുകളെല്ലാം LCD സ്ക്രീനിൻ്റെ ബാക്കിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷനും ഈ ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ ഗ്രിപ്പിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാർഡ് സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് 2 UHS 2 SD കാർഡ് സ്ലോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 2 കാർഡ് സ്ലോട്ടിൽ നമുക്ക് 2 ടൈപ്പിലുള്ള ഫയലുകൾ ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റിയും ഒന്ന് ലോ ക്വാളിറ്റി ആയിട്ടും. സ്പോട്ട് എഡിറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു വർക്കാണെങ്കിൽ നമുക്ക് ഈ ലോ ക്വാളിറ്റി ഫുട്ടേജ് വെച്ചിട്ട് നമുക്ക് സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. ഈ ഗ്രിപ്പിൻ്റെ നടുക്കായിട്ട് ക്യാമറ മൗണ്ടിങ് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെർട്ടിക്കലായിട്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ത്രെഡ് കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്നത് വെർട്ടിക്കൽ വീഡിയോസാണ്. വെർട്ടിക്കൽ വീഡിയോസിൻ്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കും കാനോണിൻ്റെ ഈ ക്യാമറയിൽ വെർട്ടിക്കലായിട്ട് ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ഒരു ത്രെഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാമറ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ടൈം കോഡ് ഇൻ ആൻഡ് ഔട്ട് ബനാന നെറ്റ് കണക്ടർ BNC പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ടൈം കോഡ് മാച്ച് ചെയ്യാനായിട്ട് ഈ കണക്ഷൻ യൂസ് ചെയ്യാം. അല്ലാതെ ഇതിലൂടെ വീഡിയോ ഔട്ടൊന്നും വരത്തില്ല. നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപ്രൂവൽ കിട്ടണം, ടൈം കോഡ് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിലൊരു ടൈം കോഡ് BNC പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറയുടെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഇതിൻ്റെ LCD സ്ക്രീനാണ്. 2.76 മില്യൺ ഡോട്ടുള്ള ഫുള്ളി ടച്ച് ആയിട്ടുള്ള വേരി ആംഗിൾ LCD സ്ക്രീനാണ് കാനോൺ C70യിൽ നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് സിനിമ EOS ക്യാമറയിൽ ഹൈ ലെവൽ ഫങ്ഷൻസ് ആയ സെൻസർ മോഡ്, ഫ്രെയിം റേറ്റ്, ISO, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, കൊഡാക് ഇതെല്ലാം ഡയറക്റ്റ്
സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ക്യാമറയിലുണ്ട്. ടച്ച് ചെയ്തുകൊണ്ട് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുകൾ സീബ്ര ഓപ്ഷൻ, ഹൈലൈറ്റഡ് ഏരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീബ്ര ഓപ്ഷൻ, വേവ് ഫോം, വെക്ടർ സ്കോപ്പ്, ഫോക്കസിന് വേണ്ടിയിട്ട് ഫോക്കസ് സ്പീക്കിങ്, മാനുവൽ ഫോക്കസ് ഗൈഡ്, ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറയുടെ 90% ഫങ്ഷൻസ് നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. LCD സ്ക്രീനിൻ്റെ അടിയിലായിട്ടാണ് മൈക്ക് കൺട്രോൾ ഫംഗ്ഷനുകളും സ്വിച്ചുകളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ലെവലുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ബാറ്ററി സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. കാനോണിൻ്റെ എല്ലാ C സീരീസ് ക്യാമറയിലുള്ള അതേ EP-A30 ബാറ്ററിയാണ് C70യിലും കാനോൺ നൽകിയിരിക്കുന്നത്. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ബാറ്ററിയാണ് BP-A30. നമുക്ക് BP-A60 ബാറ്ററിയും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് DC പവർ ഇൻപുട്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടിലൂടെ നമുക്ക് DC പവർ കണക്ട് ചെയ്ത് ക്യാമറ പ്രവർത്തിപ്പിക്കാൻ പറ്റും. വലത് സൈഡിൽ മുകളിലായിട്ട് 3 കസ്റ്റം ബട്ടൺ, ജോയിസ്റ്റിക്ക്, ടയൽ ബട്ടൺ എന്നിവയും കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ പ്രൈസ് വരുന്നത് ഏകദേശം $5500 ആണ്. ഇന്ത്യൻ റുപ്പീസ് 4,03,300 രൂപ. ഇതായിരുന്നു കാനോൺ C70യുടെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലൊരു പുതിയ ക്യാമറയുമായി കാണുന്നിടം വരെ ബൈ.